അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മരിച്ചിട്ടില്ല, സെഡേഷനിലാണ്. പക്ഷെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല? തൊണ്ടയിലുള്ള വെന്റിലേറ്ററിൻ്റെ പമ്പ് ഒന്ന് എടുത്തു തരാൻ പറയണം, നടക്കുന്നില്ല. കുറേ ശ്രമിച്ചു നോക്കി, കണ്ണിൻ്റെ പീലി പോലും അനങ്ങുന്നില്ല. ഭയാനകമായ അവസ്ഥ. ഒരുപക്ഷെ മരണശേഷം നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മുടെ ശരീരത്തിൽ ലോക്കായി പോയ പോലെ. തികച്ചും മറക്കാൻ സാധിക്കാത്ത അപൂർവമായ ഒരു എക്സ്പീരിയൻസ്. ഡോക്ടർ നീന മുനീറിന്റെ ഡയറിക്കുറിപ്പിലെ വരികളാണിത്. ജീവിതത്തിൽ പിന്നിട്ട ഒരു ദിനം ഇങ്ങനെ അക്ഷരങ്ങളായി ഡയറിക്കുറിപ്പിലുണ്ട്. ഡെന്റൽ ബിരുദം കഴിഞ്ഞ് രോഗീ പരിചരണത്തിലേക്ക് 2023 അന്നാണ് തൈമോമ എന്ന അത്യപൂർവ അർബുദം പിടിപെട്ടതായി അറിയുന്നത്. ഏറെ പ്രിയപ്പെട്ട മുടി പോയി, ശസ്ത്രക്രിയ, അതിനിടയിൽ ഹൃദയാഘാതം. ഇതെല്ലാം താണ്ടി പുഞ്ചിരിയുമായി നീന മുനീർ ജീവിക്കുമ്പോൾ നിധി പോലെ ചേർത്ത് വെക്കുന്നുണ്ട് ഈ ഡയറി. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ആ ദിവസം മുതൽ പിന്നിട്ട ദിനങ്ങളിലെ എല്ലാ സങ്കടങ്ങളും ചികിത്സയും എല്ലാം ഈ ഡയറി കുറിപ്പിലുണ്ട്. എന്തിന് ഇങ്ങനെയൊരു ഡയറി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നീനയ്ക്കുണ്ട്. എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ടാവും. ഇപ്പം എല്ലാ ക്യാൻസറും വ്യത്യസ്തമാണല്ലോ. എൻ്റെ പെർട്ടിക്കുലർ ക്യാൻസർ ഭയങ്കര റെയറായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലുള്ള വേറൊരാളെ കാണാൻ കഴിയില്ല. ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തവരെ കാണാൻ കഴിയില്ല. ഈ ബുക്ക് അങ്ങനെയുള്ള വേറൊരാൾക്ക് ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരാൾക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ ബുക്ക്. ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പേരിലാണ് ഡയറി കുറിപ്പുകൾ പുസ്തകമാകുന്നത്. എല്ലാത്തിനും പിന്തുണയുമായി അമ്മയും അനുജത്തിയുമുണ്ട്. മകൾക്ക് മുടി പോയപ്പോൾ സ്വന്തം മുടി പൂർണ്ണമായി മുറിച്ച് പിന്തുണ നൽകിയതാണ് അമ്മ സോഫിയ. നീന രോഗം പൂർണ്ണമായും അതിജീവിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം രോഗങ്ങളുമായി മല്ലിടുന്നവർക്ക് തനിക്കാവുന്നത് ചെയ്യുന്നു എന്നു മാത്രം.